ഉപയോഗിപ്പിക്കാനുള്ള ബുദ്ധി തന്നിട്ടാണ് മനുഷ്യനെ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് മാത്രമേ ഒരു പരിവർത്തനം വരുത്താൻ പറ്റൂ. ട്രാൻസ്ഫർമേഷൻ, മാറ്റം വരുത്താൻ സാധിക്കുന്നത് ഊർജത്തിലൂടെ മാത്രമേ പറ്റൂ. എനർജിയെ, നമ്മളൊരു ഓറിക് ബോഡിയാണ്, എനർജിക് ശരീരമാണ്. എന്നാൽ എല്ലാ ജീവജാലങ്ങൾക്കും എനർജി ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ശരീരത്തിനുള്ള പ്രത്യേകത എന്താ? ഈ അവതാരത്തിനുള്ള പ്രത്യേകത എന്താ? നമ്മുടെ എനർജിയെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. വൺസ് ടു അനദർ. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? എനർജിയെ നമുക്ക് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് കനോട്ട് ക്രിയേറ്റഡ്. അതിനെ സൃഷ്ടിക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ന്യൂറോ സ്റ്റെം അല്ലെങ്കിൽ സെൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതിനെ കൃത്യമായ രീതിയിൽ ഒരു തോട്ട് എനർജി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇമോഷണലായിട്ട് അത് തൊടുത്ത് വിട്ടാൽ അതെങ്ങോട്ടാണ് പോകുന്നത്? പ്രപഞ്ചത്തിലേക്കാണ്. ഈ പ്രപഞ്ചത്തിൽ, കോസ്മിക്കൽ, പ്രകൃതിയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആ അടങ്ങിയിട്ടുള്ള ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നാളത്തേക്കുള്ള ജീവിതത്തിൽ വേണ്ട എത്ര വലിയ സമ്പന്നരാണേലും അവരുടെ കഴിവിൻ്റെ അനുസരിച്ച് ഒരു കടുകുമണിയോളം അവർ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന വാസനയ്ക്കനുസരിച്ച് അതിനെ ഏതിലേക്കാണോ ലക്ഷ്യം വെക്കുന്നത് അത് പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പ്രപഞ്ചത്തിന് അനുസരിക്കാനേ കഴിവുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അനുസരിപ്പിക്കാൻ കഴിവുള്ള ശക്തി എവിടെയായിരിക്കുന്നു? മഹാശക്തി നിങ്ങളുടെ ഉള്ളിലല്ലേ. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ, ആ മാലിന്യങ്ങളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം, അവനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, എന്നിട്ട് ട്യൂൺ ചെയ്യണം, നല്ലതുപോലെ നമ്മളെ ടേംഡ് ആക്കുക എന്ന് പറയും. അങ്ങനെ ടേംഡ് ആക്കി വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആത്മതലം, ആത്മശക്തി നേടിയാലോ നിങ്ങൾക്കിവിടെ നേടാൻ പറ്റാത്ത ഒന്നുമില്ല. നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യത്തിലും അഭിവൃദ്ധി നാൾക്ക് നാൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ശരിയായ രീതി നമ്മൾ അറിയേണ്ടത്. സത്യത്തിൽ ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിന് സമാനമായ പല ചെയ്തികളും സ്പിരിച്വാലിറ്റിയിലൊക്കെ ചെയ്തു പോരും. അത് ഏത് മതങ്ങളിലായാലും. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ളതാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി അല്ല. റിലീജിയസ് ആയിട്ട് ചില കൺസെപ്റ്റുകളുണ്ട്. അതായത് ഈ കാണാൻ പറ്റാത്ത മഹാശക്തിയെ തിരിച്ചറിയാൻ ചില മെത്തേഡുകളുണ്ട്. ഗോവണി എന്ന് പറയും, ലാഡറുകൾ. ഏത് ലാഡറിലൂടെ കയറിയാലും ചെല്ലുന്ന ഒരിടത്താണ്. ഈ ഒരു ഇൻ്റലക്ച്വൽ ബൗദ്ധികമായ വളർച്ച ഇല്ലാത്തതാണ്, അറിവില്ലായ്മയാണ് പലപ്പോഴും അന്ധമായ മതത്തിൽപ്പെട്ട്, മതവിശ്വാസങ്ങളിൽപ്പെട്ട് നമ്മൾ സ്വയം നശിക്കുന്നത്. വെണ്ണീറായി പോവുകയാണ്. എല്ലാത്തിലും അടങ്ങിയ തത്വം ഒന്ന് തന്നെയാണ്. സർവ്വചരാചരങ്ങളിലും ജീവജാലങ്ങളിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഒന്നാണ്.